മിഡ് റേഞ്ച് കാറ്റഗറിയിൽ എല്ലാ കൊല്ലം ഭരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ സീരീസാണ് റെഡ്മി നോട്ട് സീരീസ്. ഇപ്രാവശ്യം അവർ 3 സ്മാർട്ട് ഫോൺസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീരീസിൽ. റെഡ്മി നോട്ട് 10, റെഡ്മി നോട്ട് 10 പ്രോ, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്. അതിൽ റെഡ്മി നോട്ട് 10 പ്രോ ആണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് തുടക്കം തന്നെ സ്പോയിലർ വെച്ച് തുടങ്ങാം. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ അണ്ടർ 20,000. എന്തുകൊണ്ട്? ലെറ്റ്സ് സീ. സോ ഹലോ ഗൈസ്, ഞാൻ വാച്ചിങ് TOT. Let's start. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായി റെഡ്മി നോട്ട് 10 പ്രോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഐ എം വെരി മച്ച് ഹാപ്പി യൂസിങ് ദിസ് സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓൺ പേപ്പർ സ്പെക് ഷീറ്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പ്രോസസ്സർ ഒഴികെ ബാക്കിയുള്ള എല്ലാതും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തരുന്ന ഫീച്ചേഴ്സാണ്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ബിഫോർ ദാറ്റ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒപ്പം നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഗുഡ് ക്വാളിറ്റി TPU കേസ് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ആ ഒരു TPU കേസ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്കൊരു USB Type-C കേബിളും അതേപോലെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് അവരിത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് വലിയൊരു വെയിറ്റൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ല. ഇത് 195 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ഹെവിയർ സൈഡൊന്നും അല്ല, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് 6GB 128GB വേരിയൻ്റ് ആണ്. ആൻഡ് ഒരു ഡാർക്ക് നൈറ്റ് വേർഷനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ, ഒരു ഗ്രേ കളറും കൂടി മിക്സഡ് ആയിട്ടുള്ളൊരു ടൈപ്പ്. ആൻഡ് ഓൾസോ ഒരു ഗ്ലോസി ബാക്കാണ്, ഒരു ഗ്ലാസ് ടൈപ്പ് ബാക്കാണ്. ഗൊറില്ല ഗ്ലാസ് 5 വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ് ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഫ്രണ്ടും ഡിസ്പ്ലേയും ഗൊറില്ല ഗ്ലാസ് 5 വെച്ചിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിൻ്റെ ബാക്ക് ഗ്ലോസി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓൾസോ ഇതിൻ്റെ വേറെ വേരിയൻസ് ലൈക്ക് ബ്രോൺസിൻ്റെ വേരിയൻ്റ് എന്നൊക്കെ പറയുന്നത് ഒരു മാറ്റാണ്. സോ അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റൊന്നും അതിൽ പിടിക്കില്ല. ബട്ട് ഡാർക്ക് നൈറ്റിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ഗ്ലോസി എഫക്റ്റ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് അറ്റ് ദ ബാക്ക് നമുക്ക് കിട്ടുന്നത്. 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഒരു സൂപ്പർ മാക്രോ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് അറ്റ് ദ ബാക്ക് സൈഡ് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാൻ എടുത്തു. ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു റിയർ ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാക്രോ ക്യാമറ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിലും കൂടിയും ഇതിൻ്റെ പ്രൈമറി ക്യാമറ വളരെ നല്ലൊരു ഇമേജ് ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. ആൻഡ് ഓൾസോ ചിലപ്പോൾ നിങ്ങൾക്ക് ഷാർപ്പൻഡ് ആയിട്ട് തോന്നും ചില ഭാഗങ്ങളല്ലേ, എഡ്ജസ് എല്ലാം ഭയങ്കര ഷാർപ്പൻഡ് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഓൾസോ ഡൈനാമിക് റേഞ്ച് നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൈമറി ക്യാമറ. ചില ഫോട്ടോസ് എല്ലാം കുറച്ച് കൂടുതൽ കോൺട്രാസ്റ്റിംഗ് ആവുന്നുണ്ട്. അത് ബട്ട് ഞാൻ ഒരു പേഴ്സണൽ പ്രിഫറൻസ് പോലെ കൊടുക്കുകയാണ്. കാരണം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെയാണ്. ചിലവർക്ക് കുറച്ച് കോൺട്രാസ്റ്റിംഗ് കൂടുതലുള്ള ഫോട്ടോസ് ഇഷ്ടമാണ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ. സോ അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റിയിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇമേജ് ക്വാളിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. ഓൾസോ നിങ്ങൾക്ക് കാണാം പോർട്രേറ്റ്സിലും അതേപോലെ നോർമൽ ഫോട്ടോസിലാണെങ്കിലും കൂടി ഡൈനാമിക് റേഞ്ച് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെൽഫീസിൽ അവർ സ്കിൻ ടോൺ കുറച്ച് സ്മൂത്തൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കളേഴ്സ് എല്ലാം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയും ചില സെൽഫീസ് എല്ലാം എനിക്ക് സ്മൂത്തൻ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4K at 30 FPS ആണ്. നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോയിൽ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുക 4K at 30 FPS ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട് അറ്റ് 4K 30 FPS. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാം എന്ന 1080p at 30 FPS ഷൂട്ടിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡൈനാമിക് റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഇതിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 732G പ്രോസസ്സറാണ്. ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു ഗെയിമിംഗ് പ്രോസസ്സർ വെച്ചിട്ട് നമുക്ക് അൾട്രാ ഗ്രാഫിക്സിലൊന്നും കളിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു മീഡിയം ഹൈ ലെവൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം പ്ലേസ് എല്ലാം ചെയ്യാൻ പറ്റും. BGMI ഇതിൽ നല്ല രീതിയിൽ എനിക്ക് കളിക്കാൻ സാധിച്ചു. കാരണം ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്സോ സ്റ്റട്ടറിങ്ങോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സ്മൂത്ത് അൾട്രയിൽ നല്ല സുഖമായിട്ട് പോയി. അതേപോലെ തന്നെ ഹൈ ഗ്രാഫിക്സിൽ എനിക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചു. HDR, അൾട്രാ HDR അതെല്ലാം പിന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിലുള്ള സെറ്റിങ്സ് ആണ്. അതൊന്നും ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് കിട്ടില്ല. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം മാത്രമല്ല, BGMI കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ആണ്. 120 Hz ഡിസ്പ്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്മൂത്താണ്, നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എബവ് ആവറേജ് ആണ് ഇതിൻ്റെ പെർഫോമൻസ് ലെവലിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ മൾട്ടിമീഡിയ സെക്ഷൻ.
ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത് 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ആയതല്ല അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും കൂടി ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതും കൂടാണ്ട് 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും. ഔട്ട്ഡോർ സൺലൈറ്റിലെല്ലാം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഫീൽ ചെയ്യില്ല. കാരണം ഇതിൽ 1200 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ട്ഡോർ ലൈറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. 20,000 താഴെ 120 ഹെർട്സ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള വേറൊരു സ്മാർട്ട് ഫോൺ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ മേ ബി 25,000 താഴെ നോക്കുകയാണെങ്കിലും കൂടിയും 120 ഹെർട്സ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള വേറെ സ്മാർട്ട് ഫോൺ നമുക്ക് ഇല്ല. സോ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇവർക്ക്. മൾട്ടിമീഡിയൻ്റെ കാര്യം ബാക്കി പറയുമ്പോൾ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ലൗഡിൽ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഈ ഡ്യുവൽ സ്പീക്കേഴ്സിന്. സോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിലിംസ് കാണുമ്പോഴോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സ്ട്രീം ചെയ്യുമ്പോഴോ ഒക്കെ നല്ല രീതിയിലുള്ളൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. നല്ല ഡിസ്പ്ലേ പ്ലസ് നല്ലൊരു സ്പീക്കർ. നെക്സ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 5020 mAh ബാറ്ററിയാണ്, വിച്ച് ഈസ് സൂപ്പർ കൂൾ. കാരണം ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 120 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ചാർജ് നല്ല രീതിയിൽ വലിക്കാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് ഈ ഒരു 5000 mAh ബാറ്ററി വെച്ച കാരണം നമുക്ക് നല്ല രീതിയിൽ അവിടെ ഒരു ബാലൻസ് കിട്ടും ബാറ്ററി കപ്പാസിറ്റിയിൽ. അത് മാത്രമല്ല അവർ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കൊരു 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും കൂടി തരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 5000 mAh ബാറ്ററീനെ ഒരു 0 to 100% വിത്തിൻ 55 മിനിറ്റ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ 120 ഹെർട്സ് വെച്ചിട്ട് തന്നെയായിരുന്നു ഫുള്ളും യൂസ് ചെയ്തത്. ആൻഡ് ഒരു ഹെവി യൂസേജ് ഒക്കെ ആണെങ്കിൽ മാക്സിമം 1 ഡേ നമുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും ബാറ്ററി കപ്പാസിറ്റി. പിന്നെ നമ്മൾ നോർമൽ യൂസേജ് ഒക്കെ ആണെങ്കിൽ ഒരു 1.5 ഡേ എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ 60 ഹെർട്സിലേക്ക് മാറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 2 ഡേ എന്തായാലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ സുഖമായി യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് MIUI 12 ആണ് കിട്ടുന്നത്. സ്വിച്ച് ഓൺ ചെയ്ത ടൈമിൽ എനിക്ക് 12.5ൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 650 MB ഉണ്ടായിരുന്നു. സോ ഞാനത് അപ്ഡേറ്റ് ചെയ്തു. UIയിലൊന്നും ചേഞ്ചസ് ഉണ്ടാവില്ല 12.5ൻ്റെ അപ്ഡേറ്റിൽ. ബട്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും ഈ ഒരു അപ്ഡേറ്റിൽ. 12.5ൻ്റെ അപ്ഡേറ്റിൻ്റെ മെയിൻ ഫീച്ചർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈക്ക് റീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഞാനിതിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബ്ലോട്ട് വെയർസ് ഉണ്ടായിരുന്നു. ഗെറ്റ് ആപ്സ്, MI ക്രെഡിറ്റ്, MI പേ, ലിങ്ക്ഡിൻ, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ്. അതിൽ എനിക്ക് ഗെറ്റ് ആപ്സും അതേപോലെ MI പേ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് മേ ബി നെക്സ്റ്റ് അപ്ഡേറ്റ് ഇനിയും വരാൻ കിടക്കുന്നുണ്ടാവും. സോ MIUI 12.5ൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്സിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു MIUI OSൽ എനിക്ക് കുറച്ച് ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു. ലൈക്ക് നോട്ടിഫിക്കേഷൻ ബാർ എല്ലാം സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യേണ്ടായിരുന്നില്ല. പകുതിക്ക് വെച്ച് വന്നിട്ട് അത് തിരിച്ച് റിട്ടേൺ പോകും. ആൻഡ് ഓൾസോ ചില ആപ്ലിക്കേഷൻസ് എനിക്ക് ഓപ്പൺ ആവേണ്ടായിരുന്നില്ല. ലൈക്ക് യൂട്യൂബ് അല്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് യൂട്യൂബ്. ഞാൻ കുറേ നേരം ക്ലിക്ക് ചെയ്ത് നോക്കി, അത് ഓപ്പൺ ആവും, അതേപോലെ തന്നെ അപ്പോൾ തന്നെ ക്ലോസ് ആവും ചെയ്യും. സോ അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് അതൊരു OSൻ്റെ, അത് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നേ പറ്റൂ. കാരണം ടോട്ടൽ സ്മാർട്ട് ഫോൺ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഹാർഡ്വെയർ എല്ലാം അടിപൊളിയും സോഫ്റ്റ്വെയറിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില പോവും. ബട്ട് ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തു. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് റെഡ്മി നോട്ട് 10 പ്രോനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തുകൊണ്ട് അണ്ടർ 20,000 ദ ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഓൾറൗണ്ടർ അതൊരു ഹൈലൈറ്റ് ആണ് ആവാൻ കാരണം ഇതൊക്കെയാണ്. നല്ല ക്യാമറ, നല്ല ഡിസ്പ്ലേ, നല്ല സ്പീക്കർ, ഒരു എബവ് ആവറേജ് പ്രോസസ്സർ, മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. സോ അത്യാവശ്യം എല്ലാ രീതിയിലും നല്ല ഒരു ഗുഡ് എക്സ്പീരിയൻസ്, ഒരു ഗുഡ് യൂസർ എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയ ഏട്ടനായ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്, അത് കുറച്ചും കൂടി വില കൂടുതൽ കൊടുക്കണം. അതിൽ ആകെ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 10 പ്രോയും റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് തമ്മിലുള്ളൂ. അത് ക്യാമറയിലാണ്. ഇതിൽ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ ആണെങ്കിൽ പ്രോ മാക്സിൽ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ 3000 രൂപയുടെ വ്യത്യാസമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അത് എനിക്ക് തോന്നുന്നില്ല ആരും 3000 രൂപ കൊടുത്തിട്ട് ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യം. കാരണം ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും കൂടി നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ അണ്ടർ 20,000 എന്ന് പറഞ്ഞത്. ഇനി ഒരു പെർഫോമൻസ് ബേസ്ഡ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പോക്കോ X3 പ്രോ ഉണ്ട്. കാരണം അതിൽ സ്നാപ്ഡ്രാഗൺ 860 പ്രോസസ്സറാണ്. ഇതിനേക്കാളും ഇരട്ടി പെർഫോമൻസ് നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അതും 18,000 തന്നെയാണ് അതിൻ്റെ പ്രൈസ്. ബട്ട് ഈ ഒരു ഡിസ്പ്ലേ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഈ ഒരു സ്പീക്കർ കിട്ടുമോ ചോദിച്ചാൽ ഇല്ല, ഈ ഒരു ക്യാമറ കിട്ടുമെന്ന് ചോദിച്ചാലും ഇല്ല. സോ അവിടെ ഒരു പെർഫോമൻസ് മാത്രമേ ബേസ് ചെയ്തിട്ടുള്ളൂ പോക്കോ X3 പ്രോയിൽ.
പക്ഷേ ഇവിടെ നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജാണ്. ഷവോമിയുടെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി മൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൽ ഒരു 4G പ്രോസസ്സറാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി AMOLED ഡിസ്പ്ലേയിലെല്ലാം നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് കിട്ടാറുള്ളത്. പക്ഷേ ഇവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സൈഡ് മൗണ്ടഡ് വെച്ചത്. അത് നല്ലതാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു AMOLED ഡിസ്പ്ലേ നമുക്ക് എന്തായാലും 18,000 മീൻസ് 20,000 താഴെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഇല്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ബാക്കിയുള്ള എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനീസും 5G എന്ന് പറഞ്ഞിട്ട് തല്ലുകൂടാണ്. ഇന്ത്യയിൽ ഇനി 5G വരണമെങ്കിൽ മിനിമം 1.5 വർഷം എടുക്കും. നല്ല രീതിക്ക് ഇംപ്ലിമെൻ്റ് ആവണമെങ്കിൽ മാക്സിമം 2 വർഷമെങ്കിലും എടുക്കും. സോ 5G എന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ തന്നെ ബ്രാൻഡിങ് തുടങ്ങി, പ്രൊഡക്ഷനൊക്കെ തുടങ്ങി. എന്തിനാണെന്ന് അറിയില്ല. മേ ബി അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല രീതിയിൽ പെർഫോമൻസ്, നല്ല രീതിയിൽ ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് അവർ ഇറക്കാം. ബട്ട് 5G എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു മാസ് ഹൈപ്പാണ് എല്ലാ സ്മാർട്ട് ഫോൺസിനും അവർ ഇറക്കണത്. ബട്ട് ആ സ്ഥാനത്ത് ഷവോമി ഇവിടെ ഒരു 4G സ്മാർട്ട് ഫോൺ ഭയങ്കര ഒരു കില്ലർ സ്പെക്കിൽ അവർ ഇറക്കി. സോ എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി ഭയങ്കര അധികം ഇഷ്ടമായി. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക മിനിമം ഒരു 2 അല്ലെങ്കിൽ ഒരു മിനിമം 3 ഇയേഴ്സാണ്. അത് കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും പുതിയ സ്മാർട്ട് ഫോൺസ് വാങ്ങാൻ ശ്രമിക്കും. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ വാങ്ങും, അത് ഉറപ്പാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് എനിക്ക് റെഡ്മി നോട്ട് 10 പ്രോനെ കുറിച്ച് പറയാനുള്ളത്. നല്ല സ്മാർട്ട് ഫോണാണ്, ഞാൻ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യും. കാരണം ഗുഡ് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, ബി ഹാപ്പി.